എന്റെ അമ്മേ. എടാ മക്കളെ, ഒരു തീവണ്ടി വന്നാ ഞങ്ങൾ പോയി നോക്കും, ഒരു ഓട്ടോറിക്ഷ വന്നാ നോക്കും, ഒരു മോട്ടോർ സൈക്കിൾ വന്നാ നോക്കും. നിങ്ങൾ വന്നോ എന്താണെന്ന് അറിയാൻ മേല. നിങ്ങൾ പോയ പിന്നെ ഈ പുലിഗോപാലാണ് ഒരു മനസ്സമാധാനം ഇല്ലടാ. സത്യം സീസൺ ഇപ്പോ വളരെ മോശമാണ് ശിവനെ ശ്യാമേ. നാട്ടിലൊക്കെ പാകപ്പാട് സമാധാന റാലിയല്ലേ, ആളുകൾക്കൊക്കെ എന്തൊരു മനമാറ്റം. അഹങ്കാരികളാ, കംപ്ലീറ്റ് അഹങ്കാരികള്. വല്ലപ്പോഴും ഒരു കൂലിത്തല്ലേ, അത് യൂണിയൻകാരുടെ കൂടെ. അതിനാണെ ഒട്ട് കാശും കിട്ടത്തില്ല. ഒരു നല്ല കത്തിക്കുത്ത് കിട്ടാൻ പുത്തമ്പള്ളിയിൽ മെഴുകുതിരി നേർന്നിട്ട് 4 ആഴ്ചയായി. എവിടെ സമൂഹമാണ് ഇപ്പൊ പഴയ ഉഷാറുമില്ല. ഒക്കെ ശരിയാവും തങ്കപ്പേട്ട, ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഇത് തങ്കപ്പേട്ടൻ, ഇത് ബെൽറ്റ് ഹൗസേ പേട്ടൻ, പിന്നെ ഇത് ഗോപാലൻ. അയ്യോ എടാ ബെൽറ്റേ പുലി, എടാ മോനെ പുലി. അയ്യോ ഇതേ പുലി, ഇതെങ്ങനെ പുലി കണ്ണാടി വെക്കാ. ഇതാടാ മക്കളെ സ്നേഹം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തായാലും പുലിഗോപാലന്റെ മനസ്സറിയാം. പുലിയുടെ പടമുള്ളതിനെ കൊണ്ടുവന്നല്ലോ മിടുക്കന്മാര്. ഈ ബെനിലല്ലേ പിടിച്ചു നിൽക്കുന്നത്. പുലിഗോപാലൻ എന്ന് പേരും. ഇതൊന്ന് വൈകുന്നേരത്തിന്. ഇതേ ഉള്ളോ? ഇതിനുള്ളത് മതി. മതി. എത്തിയാ? ഞാൻ അവിടെ കാത്തുനിന്നപ്പോഴൊന്നും വന്നില്ല. കടയിൽ അരി മേടിക്കാൻ പോയപ്പോ വന്നു. പിടിക്കടാ. ഒരു പണിക്കും പോവാണ് ഞാൻ നടക്കുക. താടിമാടന്മാര് എന്താ ഇവിടെ നോക്കിക്കണേ? ഞങ്ങൾ എപ്പോഴേ പോയി. കാത്തൊന്ന് ക്ഷീണിച്ചാ? തുറക്ക്. സോമേട്ടന്റെ സ്റ്റഡി ബൂത്തിലേക്ക് ഒരു ദിവസം ഫോൺ വിളിച്ചിരുന്ന രണ്ടാളും. ഒരു കാര്യം ചോദിക്കാൻ. എന്നിട്ട് പരിമളത്തെ പറ്റി ചോദിച്ചോ? പരിമളത്തെ പറ്റി ചോദിച്ചോന്ന്? ഇല്ല. ഇല്ല, ചോദിക്കില്ല. അല്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിയാ പിന്നെ ഞങ്ങളൊന്നും വേണ്ടല്ലോ. വീട് കാവി കടന്നതിനും ഒന്നരാടം വന്ന് അടിച്ചു വൃത്തിയാക്കാനൊക്കെ കൂലി കിട്ടണം എനിക്ക്. സ്നേഹമില്ലാത്തവർക്ക് നമ്മളെ തന്നെ പരപരിചയണല്ലോടാ. ഈ നാട്ടിലൊന്നും പണി കിട്ടാണ്ടാ ഇത്രയും ദൂരം പോയത്. കോളേജ് തുറക്കുമ്പോ എന്തൊക്കെ ചെലവാണെന്ന് നിന്റെ വിചാരം? പുസ്തകം വാങ്ങണ്ടേ, നല്ല പാന്റ് ഷർട്ട് വാങ്ങണ്ടേ? കിട്ടണതൊക്കെ ഇങ്ങനെ ചെലവാക്കി കളഞ്ഞോ. ഭാവിയെ പറ്റി ഒരു വിചാരം വേണ്ട. ആരുടെ ഭാവിയെ പറ്റി? ഓരോരുത്തർക്കുണ്ടല്ലോ ഓരോരോ ഭാവി. ആ ഭാവിയെ പറ്റി. ഈ ട്രെയിൻ എങ്ങോട്ടാ പോകുന്നേ ശിവ? പോക്ക് കണ്ടിട്ട് എങ്ങോട്ടും പോവും. വെറുതെ ആശിപ്പിക്കല്ലേ. ഇന്നലെ വരുന്നു വിചാരിച്ച ചാളക്കൂട്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ചോറപ്പുണ്ടാക്കി തരാട്ടാ. ഇവളുടെ ഭരണത്തിന് കൂടുണ്ടല്ലോ ശിവ, എനിക്കതത്ര പിടിക്കണില്ല. ഇയാൾക്ക് പിടിക്കണ്ട, പിടിക്കണ വേറെ ചിലരുണ്ട് ഇവിടെ. ഇല്ലേ ശിവണ്ണ? എനിക്കത് കൊണ്ടുവന്നില്ലേ? പിന്നെ നിനക്ക് ജീൻസും ടോപ്പും കൂളിംഗ് ഗ്ലാസും കൊണ്ടുവന്നുണ്ട്. പോരെ, ശിവണ്ണ കൊണ്ടുവരാതിരിക്കില്ലെന്ന് എനിക്കറിയാം. അയ്യേ, കുപ്പിവളയും ചാന്തും കൺമഷിയൊക്കെ എനിക്കൊന്നും വേണ്ട. അയ്യടാ, നീ ആര്? ഐശ്വര്യോ? കോളേജ് തുറന്നിട്ട് 3-4 ദിവസമായി. ഇപ്പോഴാണ് ഇങ്ങോട്ട് എഴുന്നള്ളാൻ തോന്നിയത്. ഇവിടെ പകലാകുമ്പോ അമേരിക്കയിലൊക്കെ രാത്രിയാണല്ലോ. ഇന്നലെ ലാൻഡ് ചെയ്ത പാട് 2 വന്ന് കയറി കിടന്നാ കുത്തി പൊക്കി കൊണ്ടുവന്നാ വെച്ചോ. ജെറ്റ് ലാഗ് മാൻ. ഇനി ഒന്ന് നോർമൽ ആവാൻ 3 to 4 days വേണ്ടി വരും. ശ്യാമിന്റെ പാരന്റ്സ് ലണ്ടനിലല്ലേ? വെക്കേഷന് ശ്യാം അങ്ങോട്ട് പോകുന്നല്ലേ പറഞ്ഞത്? അതെ, കുറച്ചു ദിവസം ഡാഡിയുടെ മമ്മിയുടെയും കൂടെ ഒന്ന് അടിച്ചു പൊളിച്ചു. അപ്പോഴാണ് ഡാഡിയുടെ കമ്പനി വക ഒരു ടൂറ് നമ്മുടെ റൊണാൾഡോയുടെയും റൊണാൾഡീഞ്ഞോയുടെയും നാട്ടില് ബ്രസീലില്. ഡാഡിയുടെ കൂടെ ഞാനും പറഞ്ഞു, ഒപ്പം മമ്മിയും അനിയത്തിയും. പോവാണെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് തന്നെ പോണം മച്ചു. ഇംഗ്ലണ്ടാണ് അമേരിക്ക, ഇറ്റ്സ് നത്തിങ്. എന്നിട്ട് റൊണാൾഡോനെ കണ്ട അവിടെ ഒരു റെസ്റ്റോറന്റിൽ വെച്ച് ഒരു കിളുന്ത് മതാമ കൊച്ചുമായിട്ട് ബർഗർ ചാപ്പിട്ടോണ്ടിരുന്നപ്പോ നേരെ മുമ്പിലെ ടേബിളിൽ റൊണാൾഡോ വന്നിരുന്ന് ചായയും വടയും ഓർഡർ ചെയ്തെന്നും ഓട്ടോഗ്രാഫ് വാങ്ങിച്ചു മുട്ടത്തലെ തടവിന്നൊക്കെ വരും പുളു. എടാ, നിങ്ങളൊക്കെ NRI കൊച്ചന്മാരാണെന്നും നിന്റെ തന്റെ തള്ളി ലണ്ടനിലാണെന്നും ഇവന്റെ മമ്മി ഡാഡി ലോസ് ആഞ്ചലസിലാണെന്നൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിന്റെ പേരിൽ നീയൊക്കെ ഇവിടെ ഷൈൻ ചെയ്ത് ഓവറാക്കുന്നുണ്ടല്ലോ. എന്നിട്ട് ഒരുമാതിരി ഞങ്ങളാരും അമേരിക്കൻ ലണ്ടൻ കാണാത്ത പോലെ ഒരു തരം ഡാഷ് വർത്താനുണ്ടല്ലോ. അതിന് നീ എപ്പോഴും അമേരിക്ക പോയത്? അതിനെന്തിനാ അമേരിക്ക പോണ്? എന്റെ വീട്ടിൽ വേൾഡ് മാപ്പുണ്ടല്ലോ. ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞു ഇവർ രണ്ടുപേരും അല്ലേ ശാലു? എല്ലാ വെക്കേഷൻ ടൂർ തന്നെ. ഞാൻ പക്ഷേ ടൂർ പോയി. അത് കുട്ടനാടല്ലേ? അവിടെ ഒത്തിട്ടാതി വള്ളങ്ങളും കണ്ടു, ആലപ്പുഴ ബോട്ടിയേറ്റും കണ്ടു, പിന്നെ 3-4 സായപ്പിനെ മതവനും. അത്രേ ഉള്ളൂ. എടാ, ലണ്ടൻ ലോസ് ഏഞ്ചൽസ് വന്നിട്ട് ഞങ്ങൾക്കൊന്നും കൊണ്ടുവന്നിട്ടില്ലടാ. അറ്റ്ലീസ്റ്റ് ഒരു നല്ല കൂളിംഗ് ഗ്ലാസെങ്കിലും കൊണ്ടുവന്നൂടായിരുന്നോടാ. എടാ, അത് ബാഗേജ് ക്ലിയർ ചെയ്ത് കിട്ടിയില്ല. പിന്നെ ക്ലാസ് മുടങ്ങണമെന്ന് കരുതിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഓടി പോന്നതാ. കഴിഞ്ഞ കൊല്ലം നീ തന്നെയല്ലടാ പറഞ്ഞ് ആ ബാഗ് ഇത്ര ക്ലിയർ ചെയ്ത് കിട്ടിയിട്ടില്ലേ? മോനെ നൂലുണ്ടേ. പിന്നെ എന്തൊക്കെണ്ടാ വിശേഷം? നീ കൊല്ലാണ്ട് മെലിഞ്ഞു പോലടാ ഈയിടെ ആയിട്ട്. പതുക്കെ പിടിയിടാ. ഫോറിൻ ടൂർ കഴിഞ്ഞ് വന്നപ്പോഴേ എന്റെ കൈക്ക് നല്ല തഴമ്പ്.
മറ്റേ കാര്യം പറയട്ടെ. ഏത് ഏത് നീ ആംസ്റ്റർഡാമില് ചുമ്മാ ഇരിടാ. പെൺപിള്ളേരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറയണേ. ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും നിന്നോട് ഒരു കാര്യവും പറയില്ല. അല്ലടാ ശിവ? അതെ അതെ. മറ്റവരാരും ക്ലാസ്സിൽ കയറുന്നില്ലേ? പിണ്ടി ബാബു സാറിന്റെ അവറ. അല്ല, നമ്മളൊന്നും കണ്ടില്ലെന്ന് കരുതി ബാബു സാറിന് വിഷമം വേണ്ട. അങ്ങേർക്ക് കാണാനേ നല്ല മണി പോലത്തെ വേറെ പിള്ളേരുടെ ക്ലാസ്സില് നന്നാർക്ക് വേണം. നീ ഇവിടെ നൂലുണ്ടേ? നൂലുണ്ടെന്ന് തന്തോ? നൂലുണ്ടൊന്നും മെലിഞ്ഞോ ശ്യാമേ? അതെ, ഒരു പ്രേമം ചീറ്റിപ്പോയാ ഒരാൾ 1.5 കിലോ ഒക്കെ കുറഞ്ഞു വരും. അതൊരു നാട്ടു നടപ്പാ. അത് ഗോവിന്ദേട്ടന്റെ വളിച്ച സാമ്പാർ പോലെ ദിവസേന ഇട്ട് വിളമ്പണ്ടാട്ടാ. എന്നിട്ട് രാജി നൂലുണ്ട് കല്യാണത്തിന് പോലും ക്ഷണിച്ചില്ല അല്ലേ? ഞങ്ങളൊക്കെ പോയി സദ്യ ഉണ്ട് കേട്ടോ. 25 പൊറോട്ടയും 5 ബീഫ് ഓത്തുന്നതിന്റെ പേരില് 1-2 പുളിച്ച തമാശകളൊക്കെ ഞാൻ ക്ഷമിച്ചു വരും. ഓവറായ എന്റെ കൺട്രോൾ മിസ് ഔട്ടാ. 2 കൊല്ലത്തെ നിരന്തര പ്രേമമാണ് ഗുരുവായൂർ അമ്പലത്തിലെ ഊട്ടുപുരയിൽ പൊലിഞ്ഞു പോയതെന്ന് ഈ സഹോദരിമാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല മച്ചു. തൽക്കാലം രാജിക്ക് പകരം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞതാ. മച്ചുവിന് വേണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? ഇപ്പോഴാണ് നീ ശരിക്കും വിഷമിക്കേണ്ടത്. വാട നമുക്ക് ഒറ്റയ്ക്ക് കൂട്ടാത്മതിയാടാ. ഇത് കഴിഞ്ഞിട്ട് പോരെ? അത് മതി. കോളേജ് തുറന്നില്ല, അപ്പോഴേക്കും തുടങ്ങി തച്ചോളിയോദയനും ആരോമക്ഷകരും അരിങ്ങോടനും ചന്തുവും ഒക്കെ കൂടി അംഗം വെട്ടാൻ. എന്റെ പഴനിമുരുക, ഒക്കെ എന്റെ ചങ്കിന് നേരെയാണല്ലോ വരുന്നത്. പെൻഷൻ പറ്റാൻ ഇനി 28 ദിവസമേ ബാക്കിയുള്ളൂ. മനസമാധാനത്തോടെ ഈ കസേരയിൽ നിന്നൊന്ന് ഇറങ്ങിപ്പോണമെന്ന് ആഗ്രഹമുണ്ട്. കഴിഞ്ഞ 3 ദിവസം അധ്യാപക സമരം. തിങ്കളാഴ്ച കോളേജ് തുറന്ന ഉടനെ യൂണിയൻകാരുടെ വക പ്രിൻസിപ്പാളിനെ ഒരു ഗരാവോ ചെയ്യല്. എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് സ്നേഹത്തോടെ ഒരു സെൻഡ് ഓഫ് തരുമെന്നുള്ള പ്രതീക്ഷയൊന്നും ഇപ്പൊ എനിക്കില്ല. അതിന് മാത്രം ഇവിടെ എന്താ ഉണ്ടായത് സാർ? ഒരു ചെറിയ വാക്ക് തർക്കം. മോനെ തച്ചോളിയോദേന, നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? കഴിഞ്ഞ കൊല്ലവും 2 കൂട്ടരും കൂടി ഇത് തന്നെ ആയിരുന്നില്ലേ അംഗം? സാർ ഇത്തവണ യുവമാരാ തുടങ്ങിയത്. ഞങ്ങളല്ല യുവമാരി. എടോ അരിങ്ങോടരെ, കഴിഞ്ഞ കൊല്ലം കാട്ടിയ അഭ്യാസങ്ങൾക്ക് ഞാൻ തനിക്കൊരു വീരാളിപ്പെട്ട് തന്നിരുന്നല്ലോ. എന്താ അത്? സസ്പെൻഷൻ കിട്ടി. 33-ാം മിനിറ്റില് ഹോം മിനിസ്റ്റർ വിളി വന്നു ഇവിടെ. അതോടെ ഞാൻ ആ വീരാളിപ്പെട്ടിങ് തിരിച്ചെടുത്തു. അത് കഴിഞ്ഞ കൊല്ലം. നിങ്ങൾ ഏതെങ്കിലും ഒരുത്തന്റെ തന്തയോ അമ്മാവനോ വിചാരിച്ചാൽ കാസർഗോഡേക്ക് ഒരു തട്ട് കിട്ടുമെന്ന് പേടിച്ച് ഞാനൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചു. പക്ഷെ ഇനിയുള്ള 28 ദിവസം പ്രിൻസിപ്പാൾ എന്നുള്ളൊരു പേര് വാങ്ങിയിട്ട് എനിക്കിവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെന്നൊരു മോഹമുണ്ട്. ബെല്ലടിച്ചു. വാളും പരിചയമൊക്കെ ഉടയിലിട്ട് അംഗച്ചേവരെല്ലാം ദയവായി ക്ലാസ്സിൽ ചെന്നിരിക്കെ. അങ്ങനെയും ചില പരിപാടികളൊക്കെ ഇവിടെ ഉണ്ടേ. എന്നടാ നിന്റെ ചേട്ടന്റെ ചടാക്ക് കൊണ്ടിട്ട് താക്കോല്. ഇനി നാളെ കോളേജിൽ പോണവരെ ഞങ്ങൾ ഇരുമ്പ് ഭക്ഷണം കൈ കൊണ്ട് തൊടാൻ പോണില്ല. ആയിക്കോടാ, നിന്റെ ഒക്കെ ടൈം. ഇനി ഈ കളി ഒരുപാട് കാലം നടക്കും നോക്കണ്ട. ചേട്ടന്റെ MCA കഴിഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് വരാനേ ഇനി 6 മാസം ഉള്ളൂ. അപ്പൊ നീയൊക്കെ അനുഭവിക്കും. ഇതിന്റെ കെയർ ഓഫിൽ 25 പൊറോട്ട 5 ബീഫ് ഡെയിലി നിനക്ക് ഒപ്പിച്ചു തരണില്ലേടാ? ഈശോയെ, ഞാനൊരു കാര്യം മറന്നു. എന്ത്? എനിക്ക് വിശക്കണൂടാ. മമ്മി, മാം. ആഹാ, എത്തിയോ? കിച്ചണിലുള്ള മുഴുവൻ പോന്നോട്ടെ, പാത്തടക്കം ദേ ഇവർക്കും വേണം. പോയി ഉടുപ്പൊക്കെ മാറിയിട്ട് വാടാ, വിയർപ്പ് നാറിയിട്ട് വയ്യ. കോളേജെ പോവാന്ന് പറഞ്ഞാൽ തന്നെ ഒരു കഠിനാധ്വാന. അധ്വാനിക്കുമ്പോ വേർക്കും, മനസ്സിലായ? ഓ, കാലത്ത് 5 മണിക്ക് എല്ലാവരും റെഡിയായി നിന്നോണം. വണ്ടിയുമായിട്ട് ഞാൻ വരും. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത ലൊക്കേഷൻ. 50 എക്സ്ട്രാ നടികളെ നടന്മാരെ വേണമെന്ന പ്രൊഡക്ഷൻ മാനേജർ പറഞ്ഞ് ഞാൻ ഇതിനൊക്കെ എവിടെ പോയി താപ്പാൻ? എവിടെ ഈ ജാനകിയും ഗോവിന്ദനും ഒക്കെ? എടി കാഞ്ചനെ, പട്ടിയെ കാണുമ്പോ കല്ല് കാണില്ല. അതായത് ഞാനും വരട്ടെ. എന്റെ പൊന്നുമോ വരണ്ടാട്ടോ. എന്തോ വന്നാലും കാപ്പാട് തകയില്ല. ദേ മേത്തോട്ടുള്ള കളിയൊന്നും വേണ്ട. കാഞ്ചനെ, നീയൊന്നും മിനിങ്ങിയല്ലോടി. നാളെ സാരിയാണോ ചുരിദാറാണോ കൃഷ്ണൻകുട്ടിയെ? അതൊക്കെ അപ്പോഴത്തെ തരം പോലെ. ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല. കാട്ടുപടമല്ലേ. ഒറ്റ എണ്ണം കുളിക്കാൻ എനിക്കൊന്നും ചെയ്യരുത്. പറഞ്ഞു കേട്ടല്ലോ. അതിപ്പോ നീ നിർബന്ധിച്ചാൽ ഇവിടത്തെ ആളുകൾ കുളിക്കോ? ഈ കടയെന്ന് ഒരു ബാർ സോപ്പ് ചെലവായ കാലം ഞാൻ മറന്നു. അതെ, രണ്ട് സീനൊന്നും ഇല്ലേ? എന്തിനാ? ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ കുറച്ച് ഭാവാവിനെയും കാഴ്ച വെക്കായിരുന്നു. ഓവ്, കഴിഞ്ഞ തവണ നിന്നെ കൊണ്ടുപോയതിന് ഞാൻ അനുഭവിച്ചു. എന്തേ? സ്റ്റണ്ടിന്റെ ആക്ഷൻ കാണിക്കാൻ പറയുമ്പോ നീ സുരേഷ് ഗോപിയുടെ മൂക്കിലിട്ട് ഇടിച്ചില്ലേ? സത്യത്തിൽ സുരേഷ് ഗോപിയുടെ അല്ല, നിന്റെ മൂക്ക് ഇടിച്ചു പൊളിക്കേണ്ടത്. ഞങ്ങൾക്ക് 100 രൂപ, നീ എന്തിനാണ് 50 രൂപ കട്ട് ചെയ്ത്? അതിന് എന്റെ കഞ്ഞിൽ മണ്ണ് വാരി ഇടുന്ന എന്തിനാ? 50 രൂപയ്ക്ക് മണ്ണല്ലാണ്ട് പിന്നെ സിമന്റ് വരണം. ആരാ? പുഷ്പാങ്കത പോട്ടെ. അങ്ങനെ നാളെ കാണട്ടോ. ഷൺമുഖൻ ചേട്ടാ, നമസ്കാരമുണ്ടേ. എന്തോ എന്തോ ആ ഇല്ലിക്കത്തറ പാപ്പച്ച മുതലാളി ഒരു അഡ്വാൻസ് തന്നിട്ടുണ്ട്. എന്തിനാ? പ്ലാസ ഹോട്ടൽ നടത്തുന്ന രാജശേഖരന്റെ മോന്റെ 2 കാലില് 1 കാല് തല്ലുപിടിക്കണം. ആ ചെക്കന് പാപ്പച്ച മുതലാളിയുടെ മോളോട് പ്രേമം. എന്താ പങ്കുവെച്ചെടുത്തു? പിള്ളേരിങ്ങനെ പ്രേമിച്ച് നടന്നാലേ നമ്മുടെ കീശയില് കാശ് വീഴൂ. കഷ്ടപ്പെട്ട് ചിരിക്കണ്ടടാ. തമാശ ഉണ്ടെങ്കിൽ ചിരിച്ചാ മതി. ദമയന്തി ഇവിടെ ഇല്ലടി.
ഞാൻ വന്നു ഉറക്കെ വിളിച്ചു പറയണോ? ഇനി പൊരക്ക് തീ വെച്ച് നിന്നെ പുറത്ത് ചാടിക്കോ? എന്താ അത് പൊരക്ക് തീ വെക്കാൻ? എന്താടാ കളിക്ക? ആ ഇന്നലത്തെ ബാക്കി അവിടെ ഇരിപ്പുണ്ടല്ലോ. അത് മുഴുവൻ ഇന്നലെ തന്നെ തീർന്നു. ഷൺമുഖണ്ണന് ഇന്നലെ കഴിഞ്ഞൊന്നും പിന്നെ ഓർമ്മ വെക്കാൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണല്ലോ. നിങ്ങൾ എന്താടാ പൂരം കാണാൻ നിക്ക? ഇന്നത്തെ രാത്രിയിലേക്കുള്ള വർക്ക് തന്നില്ലേ? പോടാ പോടാ. ദാ വണ്ടിയിൽ കുറച്ച് മുല്ലപ്പൂ ഉണ്ട്, എടുത്ത് ഇവിടെ വെച്ചേ. വേണ്ട വേണ്ട, ഇവിടെ വെച്ചേ. നിനക്ക് മറ്റേ അസുഖം ഉണ്ടല്ലേ? സവോളയും പച്ചമുളകും കൊണ്ട് ഇനി രണ്ടാമത് ഞാൻ വിളിച്ചു പറയണോ? പച്ചമുളകല്ലേ ഇത്? ഏത് ഇത് രാത്രിക്ക് എന്താ മീൻ കിട്ടിയേ? ചാള. നാടനോ അതോ മംഗലാപുരോ? നാടനാ. നാടനാ? എന്താ സുഖല്ലേ? പകല് പോറടിച്ചാ? എന്നാണ് മാറിയുന്നേ? എന്താ നോക്കണേ? അല്ല, ആ കുട്ടി പിശാശ് ഉറങ്ങിയോ നോക്കിയതാ. ഓ ഇന്നലെ രാത്രി എന്നെ ഉറക്കിയിട്ടില്ല. ആ കരുവമേലായതിന്റെ അതേ ശബ്ദം. ആര്? ഞാന് വെക്കേഷന് 2 മാസത്തെ നാടുകണ്ടല് കഴിഞ്ഞ് വന്നപ്പോ നിനക്കൊന്നും എന്നെ മൈൻഡില്ലാണ്ടായില്ലേ? ഇതാര് ഷൺമുഖേട്ടനാ? അല്ലടാ, കരുവാമേലായുധൻ. ഞങ്ങൾ കണ്ടില്ലേട്ടാ. എന്നാ ഞാൻ ഒരു കാര്യം ചെയ്യാം, അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഷൺമുഖേട്ടൻ വന്നിട്ടുണ്ടെന്ന് പറയാം. കഞ്ഞി കുടിക്കാൻ വകയില്ല രണ്ടിനും. നടക്കണ കണ്ട ഏതാണ്ട് ഹിന്ദി നടന്മാരെ പോലെയാ. ഹിന്ദിയുടെ കാര്യം പറഞ്ഞപ്പോഴാ, നിങ്ങൾക്കറിയോ എന്റെ 18ാമത്തെ വയസ്സില് ബോംബെയിലെ അബ്ദുറഹിമ സ്ട്രീറ്റിലെ സുധാർച്ചാലില് എന്നെ റൌഡി കമ്പനിയിലേക്ക് ക്ഷണിച്ചതാ. അന്ന് പോയിരുന്നെങ്കിൽ ഒരു ചോട്ടാരാജനായിട്ട് റിട്ടയർ ചെയ്യായിരുന്നു. ആ എന്റെ റൌഡിസം ഈ കേരളത്തിൽ തന്നെ അവസാനിക്കുള്ളൂ. ഇതിപ്പോ ചേട്ടൻ 1356 ഭാഷ പറയണേ. അപ്പൊ നിങ്ങൾ എണ്ണുണ്ടല്ലേ? എണ്ണം തെറ്റിയില്ലല്ലോ. ഓ എന്നാ ഇനി നിങ്ങൾ 2 പേരോടും ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ പോവാ. വാടാ വാ. നിന്നെന്തിനാ ഇവിടെ കുറ്റി അടിച്ച പോലെ നിർത്തിയിരിക്കണേ? അകത്തേക്ക് പോ, വണ്ടി അകത്തേക്ക് പോട്ടെ. ദേ ഇവള് കിടക്കണ കണ്ട? അയ്യോ ചേട്ടാ, പഴയ വണ്ടി വിറ്റോ? പഴയ വണ്ടി വിറ്റു, നല്ല കണ്ടീഷനുള്ള വണ്ടി വാങ്ങി. ഇന്ന് മുതൽ രാത്രി ഓട്ടത്തിന് വണ്ടി വേണമെങ്കിൽ പഴയ റേറ്റിന്റെ കാര്യം ഇങ്ങോട്ട് മറക്കുക. അതെന്താ വാടക വേണ്ടേ? വേണ്ട, ഞാൻ നിന്റെ അലീനാണല്ലോ. ഇന്ന് മുതൽ രാത്രി ഓട്ടത്തിന് വണ്ടി വേണമെങ്കിൽ പഴയ 100 രൂപ പോരാ, 150 രൂപ എണ്ണി തരണം. ഇത് എത്രാമത്തെ തവണ ചേട്ടാ വാടക കൂട്ടി ചോദിക്കും? എന്തിനാ ശിവ ചേട്ടനെ കുറ്റം പറയണേ? ചേട്ടന് 2 കുടുംബം ഇല്ലേ നോക്കാൻ? കുടുംബം നടത്തിക്കോട്ടെ, അതിനെന്തിനാ നമ്മളെ പോലത്തെ പാവങ്ങളുടെ വരി തടിക്കണേ? ഓട്ടോന് പറയാൻ പറ്റുമോ വാടക കൂട്ടിത്താന്ന്? അതുകൊണ്ടല്ലേ ചേട്ടൻ പറയുന്നേ. അല്ല, നിങ്ങൾ രണ്ടാളും കൂടി അത്തലപിത്തല കളിച്ച് എന്നെ കളിയാക്കുക. ഉള്ള കാര്യം പറയാലോ ഏട്ടാ, 100 രൂപ കൂടുതൽ ഒറ്റ പൈസ കൂടി തരാൻ പറ്റില്ല. വേണ്ടടാ, രാത്രി മുഴുവൻ ഈ വണ്ടി ഇവിടെ കിടന്നോട്ടെ. അത് ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് എനിക്ക് വൈക്കോലതാ പിണ്ണാക്കതാ എന്ന് പറഞ്ഞ് നിലവിളിക്കൊന്നുമില്ലല്ലോ. എടാ 10-60,000 രൂപ വിലയുള്ള വണ്ടി ആരെ ജാമ്യം നിർത്തി നിന്നെയൊക്കെ ഏൽപ്പിക്കുന്നത്? അതെന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞു? ഇവന് ജാമ്യം ഞാനില്ലേ? നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കുക? അതെന്താ ചേട്ടാ മറ്റേ വർത്താനം പറയണേ? ഇവന് ഞാനില്ലേ ജാമ്യം? ഓ നിങ്ങൾ തമ്മിൽ ജാമ്യം നിന്ന് കളിക്കുക. മോന്തര ഷേപ്പ് ഞാൻ മാറ്റും. ഞാൻ വണ്ടി തരില്ല. വണ്ടി കുറച്ചു നേരം ഓർമ്മട്ടെ. അങ്ങനെയാണെങ്കിൽ ചേട്ടന്റെ വീട്ടിൽ ചെന്ന് ഞങ്ങൾ ശാന്തച്ചിന്റെ അടുത്ത് പറയും. എന്തു പറയും? പകലോട്ടം കഴിഞ്ഞ് ചേട്ടൻ ഇങ്ങടാ വരണേന്ന്. മുല്ലപ്പൂവ്, ബ്രാൻഡി, സോഡ, സവാള അരിഞ്ഞത്, പച്ചമുളക്, പിന്നെ ദമയന്തി ചേച്ചി. നീ പറയോടാ? വാടക കൂട്ടുകയാണ് എന്തായാലും ഞങ്ങൾ പറയും. നീ പറയോടാ? പറയും. അതെ, എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വാടക 125 മതി. അങ്ങനെയാണെങ്കിൽ മുല്ലപ്പൂ കെട്ടിയാ. ഇത് വലിയ പണ്ടാറടങ്ങനായി പോയല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യാം, വാടക 110 ആക്ക്. അപ്പൊ സവാള അരിഞ്ഞ പച്ചമുളകും കെട്ടിയ. ഇനി ബാക്കി എന്തൊക്കെ കട്ട് ചെയ്യാൻ? ബ്രാൻഡി, സോഡ, ദമയന്തി ചേച്ചി. അതും കൂടെ കട്ട് ചെയ്യാൻ ഇനി എന്തൊക്കെ കുറയ്ക്കേണ്ടി വരും? എല്ലാം കൂടി കട്ട് ചെയ്യുകയാണെങ്കിൽ ചേട്ടൻ കാശ് ഇങ്ങോട്ട് തരേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞതൊക്കെ പിൻവലിച്ചു. എനിക്ക് പഴയ വാടക തന്നെ മതി. ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ കറണ്ടിന് എന്തുമാത്രം കാശ് കൂട്ടി ജനങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് കണ്ടപ്പോ അദ്ദേഹം അത് പിൻവലിച്ചു. ഞാൻ വലിയ മുഖ്യമന്ത്രി ഒന്നുമല്ല, എന്നാലും ഞാനത് അങ്ങോട്ട് പിൻവലിച്ചു. എന്നാ പോയേ പോ. എന്തിനാടാ മുല്ലപ്പൂവ്? ഇത് വണ്ടിമ ചേർത്താൻ. ഇവിടെ ഉണ്ടോ സെക്കൻഡ് ഹാൻഡ് വണ്ടി? അതുമ്മ ചേർത്താനാടാ. പോടാ. ചേട്ടന്റെ വണ്ടി തന്നെയല്ലേ? ദമയന്തി, കുട്ടി പിശാശ ഉറങ്ങിയ? എന്റെ ഭഗവാനെ, ചില ദിവസം ഞാൻ ഈ വരാന്തയിൽ തന്നെ ഇരുന്ന് നേരം വെളുപ്പിക്കേണ്ടി വരും. ഇന്നെന്തോ ഭാഗ്യം. കാട് കുളിരുണു കൂട് കുളിരുണു മാറിലൊരു പിടി ചൂടുണ്ടോ? എന്താ പരിമളം, സുഖല്ലേ? തിരക്കേടില്ല. പകലൊക്കെ ബോറടിച്ച? നിന്റെ സ്ത്രീകൾ അങ്ങോട്ട് പോരാന്നാണല്ലോ ഞാൻ കേട്ടത്. ആര് പറഞ്ഞു? ആരും പറഞ്ഞതല്ല, എനിക്ക് വെറുതെ അങ്ങനെ അങ്ങോട്ട് തോന്നിയതാ. ആ തോന്നല് വേണ്ടാട്ടാ, പെട്ടി നല്ല ചൂടായിട്ടായിരിക്കണേ. ഓ പെട്ടി ചൂടായിക്കോട്ടെ, നീ ചൂടാവണ്ട. കാട് കുളിരുണു കൂട് കുളിരുണു മാറിലൊരു പിടി ചൂടുണ്ടോ? അപ്പൊ ഞങ്ങള് വീട്ടിൽ പോയി ശാന്തച്ചിനെ കണ്ടിട്ട് വരട്ടെ? എന്തിന്? നമ്മളെല്ലാം പറഞ്ഞു തീർത്തതല്ലേ. അതപ്പോ
ഇതിപ്പോ കാട്, കൂട്, കുളിര്, ഇസ്തിരിപ്പെട്ടി, ചൂട്, പരിമളം. നിങ്ങൾ എന്താ ഈ പറയണേ? അതൊരു കൊച്ചു കുട്ടിയല്ലേ. മാത്രല്ല ഇപ്പൊ ഭയങ്കര കുഴപ്പാ, പീഡനത്തിന്റെ സീസൺ അല്ലേ. ഗവൺമെന്റ് മെയിൻ ജോലി ഇപ്പൊ ഇത് കണ്ടുപിടിക്കലല്ലേ, നമ്മുടെ കഞ്ഞൂടി മുട്ടിക്കാൻ. ഓടാ പണിക്ക് പോടാ. അയ്യേ എന്നെ കിട്ടില്ലേനൊന്നും. അയ്യേ വഴി തെറ്റിക്കാൻ നടക്കുക പിശാചുക്കള്. എങ്ങനെയാണ് നിങ്ങൾ ചീറ്റാൻ വേണ്ടിയിരിക്കുക? ആ ഞാൻ അവന്മാരും തപ്പട്ടെ. നീ ഇവിടെ ഇരിക്കും. അല്ലച്ച ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ. നീ ഒറ്റയ്ക്കല്ലല്ലോ, വണ്ടി കൂട്ടില്ലേ. ഇവിടെ എല്ലാവരും വേണ്ട, ഒരാൾ വാ. വിളിച്ചാ 100 രൂപ വരാ. ഇനി നിനക്കൊക്കെ പല്ലക്ക് കൊടുത്തയക്കണോ? പോയി ആ ശിവനി ശ്യാമിനെ വിളിച്ചിട്ട് വേടാ. എന്താടാ നിനക്കൊന്നും എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഇപ്പൊ മനസ്സിലായല്ലേ? ഇരിക്ക നമ്മളൊക്കെ മലയാളികളാ. ആ ഇവിടെ ഇത് തന്നെ. അതെ, ഈ ശിവനും ശ്യാമി ഏത് ക്ലാസ്സിലാണ് പഠിക്കണേന്ന് അറിയോ? ഏത് ശിവനിശ്യാമ? റെയിൽവേ സ്റ്റേഷൻ അടുത്ത് കോളനി താമസിക്കുന്ന പിള്ളേര്. ഞങ്ങൾക്കറിയില്ല. കാണാൻ കൊള്ളാവുന്ന പിള്ളേരാണല്ലോ, നിങ്ങൾക്ക് അറിയില്ലേ? എന്താ സുഖല്ലേ? പകലൊക്കെ ബോറടിച്ചാ? അടിക്കണ പന്നീനെ. എന്റെ കൂട്ടുകാരെ നന്നായിട്ട് പഠിച്ചോട്ടാ, നന്നായിട്ട് പഠിച്ചോ. നമ്മുടെ ഷൺമുഖേട്ടൻ. മോളെ ദേഹത്ത് മുട്ടല്ലേ? അതെ, ശിവനി ശ്യാമിനെ അറിയോ? ഇല്ല. പിന്നെ നീ എന്തിനാ തൊപ്പി വെച്ചേക്കണേ? ഇവിടെ എന്താ മഴ പെയ്യാൻ പോണ്ടാ? ഇതാണ് നമ്മുടെ ദമയന്തി ചേച്ചിയുടെ ഓട്ടോ ഡ്രൈവർ. അയാൾ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ആ അതെ, ഒരു മിനിറ്റ്. മുകളിലേക്ക് എങ്ങനെ പോവാ? അതിനല്ലേ കോണി. നിങ്ങൾക്ക് എന്ത് വട്ടുണ്ട്? വട്ടില്ല, കിണ്ടിണ്ട്. ഇങ്ങോട്ട് വന്നേ, ആള് കാണണ്ട നമ്മളെ. പണ്ടാരം നാക്കനില്ലാത്ത സാധന. NRI ലണ്ടനും അമേരിക്കൊക്കെ പൊളിച്ചടക്കും അയാള്. ശരിയാ. എടാ നൂലുണ്ടേ, എന്തെങ്കിലും നമ്പറൊക്കെ ആളെ പറഞ്ഞു വിട്. നമ്പർ എന്നൊക്കെ പറയുമ്പോ അയാളുടെ വീക്ക്നെസ് തന്നെ കയറി പിടിക്കാല്ലേ. ശരി പോ. ആഹാ, ഇതാരും നമ്മുടെ ഷൺമുഖൻ ചേട്ടനാ. ഞാൻ ചേട്ടനെ അന്വേഷിച്ച് കോളനി പോയിട്ടുണ്ടായിരുന്നു. എന്തിന്? നമ്മുടെ മലയാളം ഡിപ്പാർട്ട്മെന്റിൽ സരോജിനി ടീച്ചറിനെ അറിയോ? നല്ല ചുരുണ്ട മുടിയായിട്ട് ഇങ്ങനെ ഞെളിഞ്ഞ് കിടക്കണ തടിച്ചിട്ട്. നമ്മുടെ സരോജിനി ടീച്ചർ ചേട്ടന്റെ കോളനിയുടെ ലെഫ്റ്റ് സൈഡിൽ ആ വളവില് നമ്മുടെ വക്കീലിന്റെ ഭാര്യ. വക്കീൽ ഗോപിനാഥ് മരിച്ചുപോയില്ലേ? അതല്ല ഞാൻ പറഞ്ഞത്, ചുരുണ്ട മുടിയായിട്ട്. ഓക്കെ, അവരിപ്പോ ഒറ്റയ്ക്കാ. അവരിപ്പോഴും ചെറുപ്പല്ലേ. അവര് ചേട്ടനെ അന്വേഷിക്കുന്നുണ്ട്. എന്തിനാണ്? അവര് രാവിലെ ഇവിടെ കൊണ്ടുവിടണം, വൈകിട്ട് ഇവിടുന്ന് കൊണ്ടുപോകണം. അതിന് വിശ്വാസത്തിൽ ഒരാൾ വേണമെന്ന് പറഞ്ഞു. ഷൺമുഖ ചേട്ടൻ ഓട്ടോ ആകുമ്പോ സേഫ് ആണല്ലോ. നമുക്ക് അങ്ങോട്ട് ഇപ്പൊ അങ്ങോട്ട് പോവാൻ പറ്റില്ല. ആ നരക അതിന്റെ അകത്തിരിക്കുക. എന്റെ മോള്. നീ ഇപ്പൊ പറഞ്ഞതൊക്കെ നമുക്ക് പെൻഡിങ്ങിൽ വെക്കാം. നമുക്ക് വൈകുന്നേരം കാണാം. എന്താ നിന്റെ പേര്? പേരിലൊക്കെ എന്തിരിക്കുന്നു ചേട്ടാ? ഞാൻ ചേട്ടൻ ഒറിജിനൽ വീട്ടിലേക്ക് പറഞ്ഞോ, അതോടെ മറ്റേ തമ്മേച്ചിയുടെ ഓ, വീട്ടിലേക്ക്. അപ്പൊ നിനക്ക് എന്റെ എല്ലാ കാര്യങ്ങളും അറിയാലേ. ഞാൻ ഇപ്പൊ വന്നത് എന്തിനാണെന്നറിയോ? ശിവനും ശ്യാമിനെയും കാണാൻ വേണ്ടിയാ. ഏത് ശിവനും ശ്യാമും? ആ കോളനിയിലെ പിള്ളേര്. അവരെല്ലാം ടൂറ് പോയപ്പോ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ മുങ്ങി മരിച്ച്. ഞങ്ങളത്തെ മൗനജാഥ പോവാൻ പോവാ. മൗനജാഥ പോവാൻ പോവേ? ശിവ, ശ്യാമേ, ശിവ. ചേട്ടൻ ഉദ്ദേശിച്ച ശിവന് ശ്യാമാണല്ലേ? ഞാൻ ഉദ്ദേശിച്ച ശ്യാമു ശിവനാ. നീ ഇവിടെ ആരുമില്ല. ഞാൻ ഇവിടെ കണ്ടതാണല്ലോ. ഇവിടെ ഞാൻ കണ്ടു. സരോജിനി ടീച്ചറെ കാണണ്ടേ? വൈകുന്നേരം കാണാടാ. എവിടെ പോയി? പോയി. ആ കണ്ടു. ആരാണ് നിങ്ങളുടെ ഷൺമുഖേട്ടൻ? ഏത് ഷൺമുഖേട്ടൻ? നിങ്ങൾ എത്ര ഷൺമുഖേട്ടൻ അറിയും? എടാ നൂലുണ്ടേ, നിന്റെ വീടിനടുത്തുള്ള ചട്ടുകാലം ഷൺമുഖേട്ടനാണ്. അയാൾ ഭാര്യ ചവിട്ടി സെന്റർ ചെല്ലാടാ. ഓഹോ, പിന്നെ ഏത് ഷൺമുഖേട്ടൻ? ഉപേദിന്റെ വീട്ടിലെ വേലക്കാരത്തിനെ തട്ടിക്കൊണ്ടുപോയി ചെട്ടിയാർ ഷൺമുഖേട്ടനായിരിക്കും. അയാളല്ലേ എലിപ്പിന് പിടിച്ചെത്ത്. എങ്കിൽ പിന്നെ ഏത് ഷൺമുഖേട്ടൻ? അപ്പന്റെ തൊടയിൽ തന്നെ റബ്ബർ വെട്ടി പഠിക്കില്ലടാ. റബ്ബർ വെട്ടുകാരെ ഷൺമുഖേട്ടനല്ലേ? ഓ, റബ്ബർ വെട്ടി കോളനിന്റെ അമ്മ എന്ത് ചെയ്തു? എന്താ ഇത് പ്രിൻസിപ്പാളിന്റെ മുറിയുടെ മുമ്പിലാ ബഹളം? എന്ത്? ഞങ്ങൾ പ്രിൻസിപ്പൾ വിളിച്ചു. ആര് പറഞ്ഞു വിളിച്ചു? വിളിച്ചു പറഞ്ഞു വിളിച്ചു. അല്ല, ഞങ്ങള് പ്രിൻസിപ്പാളിനെ. ഞാനാ പ്രിൻസിപ്പൾ. എന്താ? അത് ഞങ്ങൾ കരുതി സ്വാമിനാഥൻ സർ, പഴയ പ്രിൻസിപ്പൽ. അദ്ദേഹം റിട്ടയർ ചെയ്തില്ലേ? ഞാൻ എന്നെ ചാർജ് എടുത്തു. എന്താ അവിടെ ബഹളം? അത് ഏതോ ഓട്ടോറിക്ഷ ഡ്രൈവർ വെള്ളം അടിച്ചു. ഞങ്ങൾക്ക് അതിനെ പരിചയമൊന്നുമില്ല. നിങ്ങൾ ഈ കോളേജിലെ സ്റ്റുഡൻസ് ആണോ? അതെ മാഡം. ശ്യാം, ശിവൻ, ഫൈനൽ ബികോം. മിസ്റ്റർ ബാലൻ, എന്ത് ന്യൂസൻസ് ആയത്? ഒന്നുമില്ല മാഡം, ഇത് അതൊന്നും മാം മൈൻഡ് ചെയ്യണ്ട. ഞങ്ങൾ മാമിനെ പരിചയപ്പെടാൻ വന്നതാ. എന്താ പേര്? സ്നേഹലത. വീടോ? എറണാകുളത്ത്. മാമിന് എത്ര കുട്ടികളുണ്ട്? കല്യാണം കഴിച്ചതാണോ?
എടാ തെണ്ടികളെ, ഞാൻ പോലീസുകാരെ സ്റ്റേഷനിൽ കയറി തല്ലിയിട്ടുണ്ട്, മുതലാളിമാരെ വീട്ടിൽ കയറി തല്ലിയിട്ടുണ്ട്. അപ്പോഴൊന്നും എനിക്ക് ഇത്രയും വലിയ ഇടി കിട്ടിയിട്ടില്ല. ഓ, ഏതായാലും നിങ്ങളുടെയൊക്കെ കൂട്ടുകാർ കൊള്ളാം. ശത്രുക്കൾ ഇടിക്കുന്ന പോലെ ഇടിച്ച് പപ്പടാക്കിയത്. എടാ ചുവന്ന ഹിപ്പോപ്പൊട്ടാമസേ, അതിനിടയിൽ നീയും എനിക്കിട്ടൊരു ചാമ്പി അല്ലടാ. എന്റെ പൊന്ന് ഷൺമുഖേട്ടാ, എല്ലാവരും കൂട്ടിയിട്ട് ചാമ്പുരണ്ടപ്പോ എനിക്ക് കൊതിയായി പോയി. അല്ലാണ്ട് മനഃപൂർവ്വം അല്ല. നിന്റെ കൊതി ഞാൻ പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ടാ. ആദ്യം ഇവന്മാരുടെ കാര്യം ഒന്ന് തീരുമാനമാവട്ടെ. മോൾക്കുള്ള അഡ്മിഷന് വേണ്ടിയാണ് ചേട്ടൻ ഇങ്ങോട്ട് വന്നതെന്ന് എന്തുകൊണ്ട് ആദ്യമേ പറഞ്ഞില്ല? അത് പറയാനുള്ള സമയം കിട്ടണ്ടേ? അല്ല, നീയൊക്കെ എന്തിനാ എന്നെ കണ്ടപ്പോ ബാണം വിട്ട പോലെ ഓടിപ്പോയത്? ഉള്ള കാര്യം പറയാലോ, ഞങ്ങൾ ഈ കോളേജിൽ നല്ലൊരു ഇമേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കള്ളിമുണ്ടും മീശയും ഓട്ടോറിക്ഷയ്ക്കായിട്ട് ചേട്ടൻ വന്ന് ഞങ്ങളുടെ തോളത്ത് കഴിയിട്ടാ ചേട്ടൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞങ്ങളുടെ ഇമേജ് പോവില്ലേ? പിന്നെ ഞങ്ങള് ചേരി പിള്ളേരാന്നുള്ള കാര്യം ഇവിടെ ഇവനൊഴിച്ച് വേറെ ആർക്കും അറിയില്ലേ? ചേട്ടന്റെ വായിന്ന് അബദ്ധത്തിലെങ്ങാനും. എടാ തെണ്ടികളെ, ഞാൻ അത്രയ്ക്ക് വിവരമില്ലാത്തവനാണെന്നാണോ നിങ്ങളൊക്കെ ധരിച്ചിരിക്കുന്നത്? എടാ, സാധാരണ ടാക്സി ഓടിക്കുന്നവരെ പോലെ അല്ല ഓട്ടക്കാര്. വണ്ടി ചെറുതാണെങ്കിലും മനസ്സ് വലുതാടാ. എന്തൊരു വേദനയാ. ചേട്ടന്റെ മോള് താ ഓട്ടോറിക്ഷ ഉണങ്ങണം. അത് ഉണങ്ങണമെങ്കിൽ ഉണങ്ങട്ടെ, അതിന് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ടല്ലോ. ആ, പിന്നെ നിന്നോടൊരു കാര്യം ഞാൻ പെൻഡിങ്ങിൽ വെക്കാൻ പറഞ്ഞില്ലേ? ഏത് കാര്യം? ആ വക്കീല് മരിച്ച് ഒറ്റയ്ക്ക് നിൽക്കുന്ന ടീച്ചർ ചുരുണ്ട മുടിയായിട്ട് ഇങ്ങനെ ഞെളിഞ്ഞു നടക്കണതേ. കാലത്ത് ഇവിടെ കൊണ്ടാക്ക, വൈകുന്നേരം അവിടെ കൊണ്ടാക്ക. ഇനി നമുക്ക് ആ കാര്യത്തിലേക്ക് നീങ്ങാം. ഒരു കാര്യം പറഞ്ഞ ഷൺമുഖേട്ടൻ ഞെട്ടോ? ഇല്ല. ഞെട്ടും. ഞെട്ടില്ല എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു. എന്നാ കേട്ടോ, ഇന്ന് രാവിലെ 9:30 ശുഭമുഹൂർത്തത്തില് ആ ടീച്ചറെ നമ്മുടെ ഹിന്ദി മാഷ് കെട്ടിപ്പോയി. അതിന്റെ ടീ പാർട്ടിക്ക് മൗനജാതായിട്ട് പോവാൻ പോവാ ഞങ്ങള്. എന്റെ ഭഗവാനെ, പാപി ചെല്ലുന്നിടത്ത് പാതാളെന്ന് പറഞ്ഞ പോലെ എന്റെ കാര്യം. എല്ലാവരും കൂടി ഒന്ന് പിടിച്ചേ. ഓട്ടോറിക്ഷ എവിടെ കൂച്ചിട്ടേക്കണെന്ന് പറഞ്ഞു. വീട്ടുടമസ്ഥൻ വന്ന് ഇത്രയും നേരം കാത്തു നിന്നു. കാലത്ത് വന്ന് കണ്ടോളാന്ന് പറഞ്ഞ് ഇപ്പൊ അങ്ങടെ ഇറങ്ങിയുള്ളൂ. പുതിയ കോളേജിലെ ആദ്യത്തെ ദിവസല്ലേ, അതിന്റെ ചില തിരക്ക്. ഞാൻ ഫോൺ ചെയ്തോളാം. കാശ് ഇത്തിരി കൂടുതലാ, പിന്നെ അയാളുടെ നാക്കിന്റെ ഒരു നീളവും. ഇവരപ്പൊ മേഡത്തിന്റെ കൂടെ താമസിക്കാൻ പോണേ? അതെ. എന്താ? അല്ല, ഒന്നുമല്ല. ഹൗസ് ഓണറും ഹൗസ് കീപ്പറും ഒരു കാര്യത്തിൽ നല്ല ചേർച്ച. നാക്കൈ. ഇവന് നിന്നോട് ഐ ലവ് യു ആണ്. വെറുതെ പറഞ്ഞ ആശിപ്പിക്കല്ലേ ശ്യാമണ്ണ. അയ്യടാ, അപ്പൊ ആശയുണ്ട്. ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് മുഴുവൻ അസൂയ. ആ കാഞ്ചന ചേച്ചിക്ക് പ്രത്യേകിച്ചും. എന്റെ ദൈവമേ, ഇതെങ്ങാനോ അതറിഞ്ഞ അത് നാട് മുഴുവൻ നടന്ന് പാട്ടാക്കും. നമ്മുടെ ഉള്ളിലുള്ളത് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരുന്നാ മതി, അല്ലേ ശിവണ്ണ? അയ്യടാ, സ്വയം തീരുമാനിച്ചാ മതിയോ? അപ്പൊ അതല്ലേ ശ്യാമണ്ണൻ പറഞ്ഞത്. ഇനിയിപ്പോ ഇല്ലെങ്കിൽ തന്നെയും കുറച്ച് കഴിയുമ്പോ കുറേശ്ശായിട്ടുണ്ടായാ മതി. ഓ, പോവാം. എന്നാ തേച്ചത് രാവിലെ കെട്ടിയൊരുങ്ങി പെണ്ണുങ്ങളുടെ പുറകെ നടക്കാനുള്ളതല്ലേ? തേച്ചു തരാൻ പരിമാളം വേണം. അത് ഓസിന്. നാളെ മുതൽ നീ തേക്കണ്ട, ഞങ്ങള് തേച്ചോളാം. കൊണ്ടുവയ്ക്കണേ അത്. ഈ ഷൺമുഖേട്ടൻ ഇന്ന് നേരത്തെ ഉറങ്ങിയോ? ഇല്ലടാ, ഞാൻ ഉറങ്ങിയിട്ടില്ല. ഈ കുട്ടിപ്പിശാസിനോട് സഞ്ചിലാക്കിട്ട് എവിടെങ്കിലും കൊണ്ടുപോയി കളയടാ. അവൾ അങ്ങനെ പറഞ്ഞു. മരപ്പട്ടിക്കാൾ വലിയ പെരിച്ചാഴിയോ? എനിക്ക് അവിടെ സിസ്റ്റം ഒന്ന് ക്രാഷ് ചെയ്യലടാ വച്ചു. അതിനെ പറ്റി ഒരു വൈറസിനെ കണ്ടുപിടിക്കണം. വൈറസ് ഒക്കെ എന്റെ കയ്യിലുണ്ട്. ഓ, നീ തന്നെ വലിയൊരു വൈറസാന്നുള്ള കാര്യം ഞാൻ മറന്നുടാ. അപ്പൊ എങ്ങനെയാ? കുറച്ച് പഴയ നമ്പറാ, എങ്കിലും കൃത്യമായിട്ട് വിട്ടാ അവളുടെ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് ക്രാഷ് ആവും. ഓക്കെ രമേശ്. നവാഗത കുരുന്നുകളെ ഒന്ന് ശ്രദ്ധിക്കേ. നിങ്ങളോട് ഈ ചേട്ടന്മാർക്ക് ചിലതൊക്കെ പറയാനുണ്ട്. എല്ലാരും എനിക്ക് മോളോ? ഒന്ന് എഴുന്നേക്ക് അനിയത്തിമാരെ. ഇനി നിങ്ങളോടൊക്കെ പോലീസ് ഭാഷയിൽ പറഞ്ഞോടാ. എനിക്കടാ പറഞ്ഞു മനസ്സിലായില്ലേ നിനക്ക്? എനിക്കടാ മക്കളെ. അപ്പൊ വെറുതെ അല്ല പോലീസ് ഏവന്മാർ ഈ ഭാഷ ഉപയോഗിക്കുന്നത്. എല്ലാവരും അനുസരിച്ച് കണ്ടില്ലേ? അതിന് മക്കളെ ഒന്ന് അടുത്തേക്ക് വന്നേ. വാ വാ വാ, എല്ലാരും വന്നേ. വട്ടം പറഞ്ഞു വന്നേ. വാ 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 വാ. ഇനി നമുക്ക് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു BVIP പരിചയപ്പെടാം. മോളവിടെ നിക്ക്. ഇപ്പോഴും ഉണ്ടാവായല്ലേ പപ്പിളുകം. ഇങ്ങോട്ട് മാറിയിക്കണേ. ഇതിനും പോലീസ് ഭാഷ വേണ്ടി വരുമോ? എങ്കിൽ പറയാം. എല്ലാരും ഈ കൊച്ചിനെ സല്യൂട്ട് ചെയ്തേ. ഓൺ യുവർ മാർക്ക്. മക്കളെ, അപ്പൊ ഈ കൊച്ചാ നമ്മുടെ BVIP. ഈ കൊച്ചിനോട് കളിച്ചാലേ നമ്മളൊക്കെ പുഴുങ്ങി തിന്നും. കൊച്ചി വിചാരിച്ച് ഞങ്ങളൊക്കെ കോളേജിൽ നിന്ന് പുറത്താക്കും അല്ലയോ? കൊച്ചിന്റെ മമ്മിയുടെ ക്ലോസ് ഫ്രണ്ടാ നമ്മുടെ പ്രിൻസിപ്പാള്. പിന്നെ ഈ കൊച്ചിനെ നമ്മളൊക്കെ ബഹുമാനിക്കണ്ടേ? പിന്നെ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇതുകൊണ്ടാണ് കൊച്ചിനെ നമ്മൾ ബഹുമാനിക്കേണ്ടത്. ഇത് മാത്രമല്ല, ഇനിയും ഉണ്ട് കൊച്ചിന് ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ. ബയോളജിന്റെ
ആക്ച്വലി അതിലാണ് സ്പെഷ്യലിസ്റ്റ്. ഈ കൊച്ചൊരാളെ ബയോളജി പഠിപ്പിക്കാൻ നോക്കിയ കഥയുണ്ട്. പറയട്ടെ. അതിനു മുമ്പ് ഈ കൊച്ചു ബയോളജി പഠിപ്പിക്കാൻ ശ്രമിച്ച ആ പയ്യനെ ഒന്ന് പരിചയപ്പെടണ്ടേ? മോനെ ബയോളജി ടീച്ചറിന്റെ പയ്യ വാടാ മോനെ, വാടാ മോനെ. മോനെ പയ്യ, നിന്നെ ഈ കൊച്ചു ബയോളജി പഠിപ്പിച്ച കഥ എന്താടാ? പറയണ കുട്ടാ. അതെ, ഒരേ സ്കൂളില് ഞാൻ +2-നും ഈ കൊച്ചു 10-ലും പഠിക്കുന്ന കാലം. നിങ്ങൾ ഇതാരും പുറത്തു പറയരുത് കേട്ടോ. അന്ന് എവിടെയെങ്കിലും വെച്ച് കാണുമ്പോ ഈ കൊച്ചെന്നെ കണ്ണും കൈയും കാട്ടി വിളിക്കും. അപ്പൊ കാണുന്ന പോലല്ലോ കൊച്ചേ, മിടുക്കാണ്. ഞാനൊരു കൊച്ചു പയ്യനല്ലേടാ, അതെന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാലൊരു ദിവസം കൊച്ചു വിളിച്ചപ്പോ ഞാൻ അടുത്ത് നിന്നു, പരിചയപ്പെട്ടു, സംസാരിച്ചു, ഞങ്ങള് ഫ്രണ്ട്സായി അല്ലേ. പിന്നൊരു ദിവസം ആളൊഴിഞ്ഞ ക്ലാസ് മുറിയിൽ വെച്ച് ഈ കൊച്ചെന്നോടൊരു കാര്യം ചോദിച്ചു. അത് ബയോളജി പറയാൻ പറ്റില്ല. ഈ കൊച്ച് എന്നോടൊരു ചുംബനം ചോദിച്ചു. ചുംബനം ചോദിച്ചു. എന്നിട്ട് നീ കൊടുത്തോ? ഞാനൊരു പയ്യനല്ലോടാ, ഞാൻ പേടിച്ചുപോയി. അതൊക്കെ കല്യാണത്തിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളല്ലേ എന്ന് ഞാൻ പറഞ്ഞു. അതെ. ഇനി ഇതുപോലെ ചിലപ്പോ കൊച്ചു നിങ്ങളോട് ആരോടെങ്കിലും കണ്ണും കൈയും കാട്ടാം, പിന്നെ ബയോളജി പഠിപ്പിക്കാന്നും പറയും. ബയോളജി ടീച്ചർക്ക് ബയോളജി അല്ലാണ്ട് പിന്നെ ഡ്രില്ല് പഠിപ്പിക്കാൻ പറ്റോ? സരക്ക് വെച്ചെടുക്ക, ഇറക്കി വെച്ചെടുക്ക, കറുത്ത കോഴി മുളകോട് പറിച്ച് വെച്ചെടുക്ക, സരക്ക് വെച്ചെടുക്ക, ഇറക്കി വെച്ചെടുക്ക, കറുത്ത എപ്പോ നോക്കിയാലും കൂട്ടുകാരൊപ്പം കാണാം. വല്ലപ്പോഴും ഒറ്റയ്ക്ക് നടന്നോടെ. എന്താ? അന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് അപർണയെ റാഗിയതില്ലേ, എന്തു പൗരുഷായിരുന്നു അപ്പോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ വെച്ച് കാണുമ്പോ ആ തലയെടുപ്പും നടത്തവും അങ്ങനെയൊന്നും ഇല്ലെന്നേ. ഉണ്ടേട്ടാ, നിങ്ങളുടെ കൂട്ടത്തില് നൂലുണ്ടേട്ടനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാ, ആകർഷണവും. പിള്ളേര് ശ്രദ്ധിക്കുന്നു, നമുക്ക് അകത്തേക്ക് മാറാം. ഇനി നമ്മുടെ സുന്ദരിക്കോതെ ഇവിടുത്തെ പഞ്ചാര കാമുകന്മാർക്ക് കൊടുത്തേക്കാം. ഇല്ല മോള്? നൂലുണ്ടേട്ടാ, നമുക്ക് പോയി വരാം. വേണമെന്നല്ലേ നൂലുണ്ടേട്ടാ? നൂലുണ്ടേട്ടനോട് ഞങ്ങൾക്ക് ഒരു വിരോധവും ഇല്ല. ഇത് കൂടെയുള്ള വാനരന്മാർക്കേ ഒരു ടെസ്റ്റ് ഡോസ് അല്ലേ, ചെന്ന് പറയണോട്ടോ. ഒരു ചുമ്മനം തരുമോ? ഞങ്ങൾ കൂടെ ഒരു ചുമരം തന്നിട്ട് പോയി. ഇത് അവളവളുടെ കാര്യം കൂടി ചെയ്ത പണിയാണ്. ഏതായാലും സമ്മതിച്ചു കൊടുക്കണം, അവൾക്ക് നല്ല ഹ്യൂമർ സെൻസ്. മോളെ നിന്നെ ഒന്ന് കാണട്ടാ, ഒന്ന് എണീറ്റ് നിക്ക്. ആ വിഷമിക്കണ്ട, നിനക്കത് നന്നായിട്ട് ചേരുന്നുണ്ട്, നമുക്കിത് സ്ഥിരാക്കടി. അതെ, ഇവന് ഇതിൽ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്. എന്നൊന്ന് അഴിച്ചു വിടറാ. കൈവിടാൻ ഇനി ഇവളെ പറ്റി നിങ്ങൾ ആരും ബോധറിയുന്നു. എന്താ ഇവൾക്ക് ഞാനൊരു ജീവിതം അതങ്ങ് പള്ളി പറഞ്ഞാ മതി, നമുക്കിവിടെ പാഞ്ചാലിയാക്കടോ. അതെങ്ങനെയാടാ, നമ്മൾ 6 പേരില്ലേ, ഒരാൾ കൂടുതലല്ലടാ. എന്നാ നീ സബ്സ്റ്റിറ്റ്യൂട്ട്. ഈശ്വരന്മാരെ, എന്നെ രക്ഷിക്കാൻ ആരും തന്നെയില്ലേ? എടാ, എനിക്ക് അവളോട് പ്രതികാരം ചെയ്യാനടാ. നിങ്ങളൊന്നും എനിക്ക് വിശ്വാസമില്ലടാ. പെണങ്ങല്ലടാ മോളെ. അപ്പൊ പ്രതികാരം. കളരി പരമ്പര ഗോഡികളാണ്, ലോകനാർക്കാവിലെ മദറാണ്. വിത്തിൻ 24 സെക്കൻഡ്സ് പ്രതികാരം. സത്യം. എക്സ്ക്യൂസ് മീ,
കുറച്ചു മുമ്പ് ഞാനൊരു സ്ത്രീയായി മാറിയ വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. എന്റെ പെൺവേഷം കണ്ട എന്റെ ചില കൂട്ടുകാരുടെ ആത്മബലം ചോർന്നു പോയതായി ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിന് നന്ദി പറയേണ്ടത് നിങ്ങൾ ഓരോരുത്തരോടുമാണ്, പ്രത്യേകിച്ച് നിങ്ങളുടെ ഗാങ് ലീഡർ അപർണയോട്. ആ കുഞ്ഞാടിന്റെ കൈപ്പുണ്യം കൊണ്ട് മാത്രമാണ് എന്നിലെ സ്ത്രീ സൗന്ദര്യത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഇടയാക്കിയത്. ഇനിയും ഇത്തരത്തിലുള്ള സഹായങ്ങൾ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. മൈ ഡിയർ സിസ്റ്റേഴ്സ്, ഇത്രയും കാലം ചില തെറ്റുധാരണകളുടെയും പിറ്റി ഈഗോയുടെയും പേരിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുകയും ഹാഷായി ബിഹേവ് ചെയ്യും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊക്കെ മറക്കാലടാ. ഇനിയെങ്കിലും നമുക്കൊന്ന് ഫ്രണ്ട്സ് ആയിക്കൂടെ? പെട്ടെന്ന് എന്താ ഒരു മനം മാറ്റം? ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഓഹോ, ഇത് ഉണ്ടേട്ടന്റെ സ്വന്തം നിലയിൽ മുളച്ചതോ അതോ? നൂലുണ്ട മാത്രല്ല, ഞങ്ങളും ഉണ്ട്. ഒരു മുൻവൈരാഗ്യത്തിന്റെ പേരിൽ ശ്യാം അപർണയെ ഹരാസ് ചെയ്തു. അത് കുട്ടിയെ വേദനിപ്പിക്കുകയും ചെയ്തു. അതിലിപ്പോ ശ്യാം ഡിസപ്പോയിന്റഡ് ആണ്. അതുകൊണ്ട് തെറ്റ് തിരുത്താൻ കുട്ടി അവനൊരു അവസരവും കൂടി കൊടുക്കണം. ഞങ്ങൾ എങ്ങനെ നിങ്ങളെ വിശ്വസിക്കും? കേരളത്തെ വിശ്വസിച്ച് ADB കടം കൊടുക്കുന്നില്ലേ അതുപോലെ. ഒരു സിനിമയിൽ ശ്രീനിവാസൻ പറഞ്ഞ പോലെ വൻകിട രാഷ്ട്രങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് യുദ്ധം ഉണ്ടാവും. കുറച്ച് യുദ്ധം ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് മടക്കും. അപ്പൊ അവർ വെടി നിർത്തും. എന്നിട്ട് കമ്പി വലിക്ക് അപ്പുറം ഇപ്പുറം നിന്ന് ഷെയ്ക്കാൻ കൊടുക്കും. ക്ഷയിക്കാണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും വെടി നിർത്തിയ സ്ഥിതിക്ക് സാധാരണ യുദ്ധത്തിലൊക്കെ ചെയ്യാറുള്ള പോലെ പിടിച്ചെടുത്ത സാധനങ്ങൾ പരസ്പരം കൈമാറാം. എന്തേ? നൂലുണ്ടയിൽ നിന്ന് നിങ്ങൾ പിടിച്ചെടുത്ത പാന്റും ഷർട്ടും ഇല്ലേ, അത് നൂലുണ്ടയ്ക്ക് തിരിച്ചു കൊടുക്കണം. ഞങ്ങളുടെ കൈവശമുള്ള ഒരു മാന്യ സിസ്റ്ററുടെ ചുരിദാറും മറ്റ് സ്ഥാവര ജംഗ വസ്തുക്കളും ഞങ്ങളും തിരിച്ചു തരും. മറ്റൊന്നും ചോദിക്കരുതേ പ്ലീസ്. ഈ ധന്യ മുഹൂർത്തത്തിന് സാക്ഷികളാവാൻ എല്ലാവരും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ഡീസന്റ് അയ്യേ ഡീസന്റ് ആയിട്ട് പിടിച്ചോ. തിരിച്ചൊന്നും കൊടുക്കണം. കുപ്പി വെള്ളക്കി നെക്കി നെക്കി ഒരു സെക്കൻഡ് കണ്ണു കൊള്ളണ്ട. അയ്യോ നൂലുണ്ട്. ഇതോ ഇതല്ല ആദ്യം കൊടുക്കേണ്ടത്. എവിടെ പോയി നോക്കി നിൽക്കായിരുന്നടാ? അല്ലെങ്കിലും പ്രധാനപ്പെട്ട കാര്യം എല്ലാം ഇവനിങ്ങനെ എപ്പോഴും ലേറ്റാ. ഇതെനിക്ക് കിട്ടാവും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലാട്ടാ. സൈസ് കറക്റ്റ് ആണ് നോക്കിയേ. അതെ, കുട്ടിയവന്മാരുടെ മാപ്പൊന്നും പറയാൻ നിൽക്കണ്ട. എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ അവന്മാരെ മാനേജ് ചെയ്തോളാം. എന്താ പറഞ്ഞ പ്രശ്നം? കുന്തം. കുട്ടിയുടെ വലിയ ഫ്രണ്ട്സ് അല്ലേ മുമ്പില്? കുറച്ച് ബൂസ്റ്റ് വാങ്ങി കാടിവെള്ളത്തിൽ കലക്കി കൊടുക്ക്. മുദ്രാവാക്യം വിളിക്കൊന്നും തീരെ ശക്തി പോരാ. എന്റെ പട്ടി പറയും മാപ്പ്. എന്താ പറഞ്ഞ നീ കാണിച്ചത്? ബാലം വന്ന് പറഞ്ഞു വൃത്തിയോട് കാണിച്ചപ്പൻ എന്താ ചെയ്യാ എന്ന് കരുതി തല്ല വേണ്ടേ? അവരിങ്ങോട്ട് എത്തിയല്ലോ. കേട്ടില്ലേ? ഇപ്പൊ ഞാനും കൂടി പ്രതിയായി. ഞാൻ കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം തന്നതുകൊണ്ട് എല്ലാ കാര്യത്തിലും നീ തന്നിഷ്ടം കാട്ടുക. ഇവിടെ വന്ന് കംപ്ലൈന്റ് ചെയ്യേണ്ട കാര്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനിപ്പോ എങ്ങനെ സോൾവ് ചെയ്യാ? എനിക്കറിയില്ല. എന്തായാലും ഇപ്രാവശ്യം തെറ്റ് അപ്പൂന്റെ ഭാഗത്താ. വാ, ഞാൻ കൂടി വരാം. ഒന്ന് അവരോട് മാപ്പ് പറഞ്ഞേക്ക്. ആന്റി നോക്ക്, പിള്ളേര് കൂടുതൽ വയലന്റ് ആവുന്നതിന് മുമ്പ് മാപ്പ് പറഞ്ഞ് രക്ഷപ്പെടുന്നതാ ബുദ്ധി. എന്നെ കൊണ്ട് വയ്യ. വയ്യെങ്കിൽ വേണ്ട, ഇവിടുന്ന് എണീറ്റ് പോ. എന്നെ എന്തിനാ കൂട്ടുപിടിക്കുന്നേ? നിർത്തിയോ? ഓക്കെ പോട്ടെ മോളെ, വാടാ.
ചേച്ചിയെ എന്റെ ആട് ഒരു കണ്ണ് വേണേ. ഇന്ന് ഷൂട്ടിങ്ങിനൊന്നും പോണില്ലേ കാജൻ ചേച്ചിയെ? ഇന്ന് കോളേജിലാണ് ഷൂട്ടിങ്. അവിടെ നല്ല വെളുത്തു കൊടുത്ത അവറ്റങ്ങളെ മതിയെന്ന്. നമ്മളെ വല്ല ജാതിക്കാ പാടത്ത് പണിയെടുക്കുന്ന സീനിലൊക്കെ വിളിക്കൂ. ഓ പുലിയും പോർക്കൊക്കെ ഉണ്ട് അവിടെ. വെറുതെ ഇങ്ങനെ വായ നോക്കിയിരിക്കാണ്ട് വല്ല പണിക്കും പോക്കൂടെ? പോടാ ചേട്ട തലയാ. അമ്മച്ചി കാറിന്റെ വണ്ടിനെ മുട്ടിരുന്നെങ്കിൽ വിവരം അറിഞ്ഞേനെ. കാരണം എന്താ കക്ഷത്തിൽ വെച്ചിട്ടാ വണ്ടി ഓടിക്കണേ? പോട്ടെ കുട്ടി, ഒന്നും പറ്റിയില്ലല്ലോ. കുട്ടിയെ? ആരുടെ കുട്ടി? ഞാൻ എപ്പോഴാ നിങ്ങളുടെ കുട്ടിയായത്? എന്താ പരിപാടോ? ഞങ്ങൾ ഇടപെടണോ? ഇത് നമ്മളെ സ്ത്രീപീഡനം പഠിക്കാൻ എന്നാണ് വന്നു വയ്യാനത്തിന്റെ വാക്യ? ഞാൻ ശ്യാമിനെ ശിവനെയും ഒന്ന് കാണാൻ വന്നതാ. അവരിവിടെ ഇല്ലേ താമസം? ആരാ? ഞാൻ അവരുടെ കോളേജിലെ ടീച്ചറാ, പ്രിൻസിപ്പൽ. അയ്യോ എനിക്ക് എന്നോട് മാപ്പാക്കണം. എന്താ കുട്ടി ഇത്? അയ്യോ അയ്യോ മാം, അയ്യോ എന്നോട് ക്ഷമിക്കില്ലേ? എന്താ മാം ഇവിടെ? ഞാൻ നിങ്ങളെ ഒന്ന് കാണാൻ വന്നതാ. ഇയാളോട് ഒന്ന് എണീക്കാൻ പറയൂ. ഇവിടെ നാട്ടിക്കല്ലോ, ഒന്ന് എണീക്കടി. ഞാൻ ആളറിയാതെ ടീച്ചറിനെ ചീത്ത വിളിച്ച് ശ്യാമണ്ണ. എന്റെ നാവ് പുഴുത്തു പോട്ടെ, അല്ലെങ്കിൽ ഓട്ടോന്ന് ഇറങ്ങുമ്പോ ട്രാൻസ്പോർട്ട് ബസ് വന്നിട്ട് ചത്തു പോട്ടെ. സാരല്ല, എണീക്ക്. എടാ ശിവ, ടീച്ചറുടെ വീട്ടിലേക്ക്. ഇതാ ഞങ്ങളുടെ വീട്. അകത്തോട്ടിരിക്കാം മാം. വേണ്ട, ഞാൻ ഇവിടെ ഇരിക്കാം. അയ്യോ അവിടെ അപ്പടി അഴുക്കാ. എടി പരിമളം, ടീച്ചർക്ക് ഒരു ഇടിവിട്ട് ചായ ഇട്. ടീച്ചർ കാണട്ടെ എന്റെ കൈപുണ്യം. ടീച്ചർ ഇവിടുന്ന് ചായ കുടിക്കോ? ഞാനെന്താ അന്യഗ്രഹ ജീവിയാ? തേയില മനസ്സാരൊക്കെ ഉണ്ടോ ചോണ്ണ? നീ നോക്ക്, ഇല്ലെങ്കിൽ ദമയന്തിച്ചിട്ട് വാങ്ങിക്ക്. നീ വന്നേ. ഞാൻ ഇയാളെ പരിചയപ്പെട്ടില്ലല്ലോ. പരിമളന്ന പേരല്ലേ? ഈ കോളനി മൊത്തം പരിമളം പരത്തുന്ന ഇവളാ. നീ കുളിച്ചിട്ട് എത്ര കൊല്ലായി? ടീച്ചറേക്കിനോട് ഞാനൊന്നും പറയണില്ല. ചായ പോന്നേരാട്ടാ. ഒരു പാവ വളവളാന്ന് വർത്താനം പറയുന്നേ ഉള്ളൂ. പണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്നതാ. അപ്പം പഴനിച്ചാമിയും അമ്മ ചെന്താമരയും. അപ്പനും ദേപ്പന്റെ അടുത്ത് ജോലി. ഈ ചെക്കൻ ഒരു വയസ്സുള്ളപ്പോ ഇവന്റെ അമ്മ ചെന്താമര ഇവിടെ വെൽഡിംഗ് പണി ചെയ്തോണ്ടിരുന്ന ദാമോദരൻ എന്ന് പറയുന്ന ഒരാളുമായിട്ട് ഒളിച്ചോടി അങ്ങ് പോയി. അതോടെ പളനിച്ചാമി കള്ളുകൂടി മക്കളെ തല്ലുമായിട്ട് പൊടി പൂരം. പഴനിച്ചാമി എത്തപ്പോ ഈറ്റയും കണ്ടു ഒറ്റയ്ക്കായി. ഇവനാ അനിയൻ. ഞാൻ കണ്ടു. മോന്റെ പേരെന്താ? ചെന്തിൽ. എടാ നിങ്ങൾ ഞങ്ങളെ രണ്ടുപേരും അതെ. ഇത് ഗോപാലേട്ടൻ. നമസ്കാരം. പുലിഗോപാലൻ സ്വയം പരിചയപ്പെടുത്തി. ഇത് ബെൽറ്റ് ഹൗസ്. അയ്യോ അങ്ങനൊന്നും ഇല്ലാട്ടോ. എന്താ ചെയ്യുന്ന എല്ലാരും? അങ്ങനൊന്നുമില്ല, പല പണി എന്തും ചെയ്യും. പിന്നെ അത്യാവശ്യം കൂലിത്തല്ലും അല്ലേ? എന്നാലും നിങ്ങൾ സംസാരിച്ചിരിക്കേ, ഞങ്ങൾ പോയിട്ട് വരാം. വാ വാ. കൊറേ നേരം ആയല്ലോ ശ്യാമണ്ണ ഈ കിടത്തു തുടങ്ങിയിട്ട്. ഇനി നമ്മളറിയാതെ വല്ല പ്രേമത്തിലും ചെന്ന് ചാടിയാ? അല്ല, പ്രേമം വരുമ്പോഴാണല്ലോ ചിലർ ആകാശം നോക്കി ഇങ്ങനെയൊക്കെ കിടക്കുക. ഇന്നാള് ശ്യാമണ്ണന് കിടന്നില്ലേ ഇതുപോലെ? നിന്ന് ചിലക്കാതെ കുടുംബത്തോടി. കുടുംബത്ത് പോയി അയാൾ കൊണ്ടുവരുമോ വെള്ളം? എന്താടാ പറ്റിയ നിനക്ക്? പറ. അത് ഒന്നുമില്ല. ഇനി അങ്ങനെ വല്ല പ്രേമം ഉണ്ടെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞേക്കണം. ഓസിന് ഇസ്ത്രീയിട്ട് എന്റെ ഒക്കെ കാശ് മേടിക്കാലോ എനിക്ക്. സ്നേഹല്ലേ അതവർക്ക് നമ്മൾ എന്തിനാ പരോപകാരം ചെയ്യണേ? അല്ലേ ശ്യാമണ്ണ? നീ എന്നെ മേടിക്കും. എനിക്കിഷ്ടാ ഈ ദേഷ്യം നല്ല കാണാൻ. എണീറ്റേ, അവിടെ നമ്മുടെ കക്ഷികളെ മുട്ടിഞ്ഞ റിഹേഴ്സല്ല നാളത്തെ കോളേജിലേക്ക്. നമുക്കൊന്ന് കലക്കി മീൻ പിടിച്ചിട്ട് വരടാ. വാ എനിക്ക്. ഇതെന്താ? ഇതിനെ ഞാൻ എടുത്തുടാ. എന്തിന് ഒരു ചകനെടുത്തപ്പോ പൊന്തിലടാ. അതാ ബൈക്കിലേറ്റുള്ളത്. അപ്പോ ഇപ്പോഴെല്ലാം കഴിഞ്ഞില്ലേടാ. നോ 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 അല്ലേടി. നോ 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 നോ. ശ്യാമേ, ശിവ, എടാ ആരാടാ നിങ്ങൾ തല്ലിയത്? ചോദിച്ചു കേട്ടില്ലേ ആരാ നിങ്ങൾ തല്ലിയെന്ന്? ഇല്ല ഷൺമുഖ, സ്വപ്നയ്ക്കൊന്നും പറ്റിയിട്ടില്ല. സ്വപ്നയ്ക്ക് എന്തെങ്കിലും പറ്റിയാ ചോദിക്കാൻ നിങ്ങളുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാ ഞങ്ങളല്ലാതെ വേറെ ആരാടാ ഉള്ളത്? നിങ്ങളുടെ ദേഹത്ത് തൊട്ടത് ആരാണെന്ന് പറയടാ. സാരമില്ല ഷൺമുഖേട്ടാ, ആ കണക്ക് ഞങ്ങൾ തീർത്തോളാം. നിങ്ങൾ ഇവിടെ അടങ്ങി ഒതുക്കി കിടക്ക്. കണക്കൊക്കെ ഞങ്ങൾ തീർത്തോളാം. പോടാ, എല്ലാവരെയും വിളിക്കും. ആ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് നമ്മുടെ ടീമിനെ മുഴുവൻ ഇറക്ക്. നീയൊക്കെ ഞങ്ങളുടെ പിള്ളേരെ തല്ലും ഇല്ലടാ. സാറ് ഇത് പൂട്ടിയ കാരണം കൊണ്ടല്ലേ ഇപ്പൊ തുറക്കേണ്ട ഗതികേട് വന്നത്. സാറ് ഇങ്ങനെ പൂട്ടിയും തുറന്നും ഒരു ജീവിതം തന്നെ പാഴാക്കണേ. പാടാ, അകത്തേക്ക് വരണ്ട. നമസ്കാരം ഉണ്ട് സർക്കിൾ സാറേ, സുഖാണല്ലോ അല്ലേ?
ഞങ്ങള് ഫ്രണ്ട്സാ ടീച്ചറെ. SI പുതിയ ആളാണല്ലേ? അല്ല, ഒന്ന് പെരുമാറിയേ. ആ PC ഗോവിന്ദ സാറിന് ഞാൻ നോട്ടിട്ടുണ്ട്. അയാൾ എന്റെ സ്ഥാനത്ത് ഇട്ട് തന്നെ 2 തന്നു. ഈ പിള്ളേർക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ചാമ്പി. അതെനിക്ക് ഇഷ്ടായിട്ടില്ല എന്ന് ഒന്ന് പറഞ്ഞേക്ക്. മതിടാ, നീ ആരാ കൊച്ചി മഹാരാജാവോ? പോ. കൂടെ കൊണ്ടുകിടന്ന് ഈ പിള്ളേരെയും കൂടി നീ വഷളായിക്കോ. തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ആ SI അടുത്ത് ചെന്ന് കൃത്യമായി ഒപ്പിട്ടേക്കണം, മനസ്സിലായടാ? അല്ല, എന്റെ ഒരുപാട് ഒപ്പ് SIയുടെ കയ്യിലുണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണെടുത്ത് തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും അഡ്ജസ്റ്റ് ചെയ്താ പോരെ? പോടാ. നീ പോടാ, പറഞ്ഞു കേട്ടില്ലേ? പോടാ. അമ്മയും മോനും എത്തിയോ? അമ്മയ്ക്ക് മോനെയും മോനെ അമ്മയും കിട്ടിയ സന്തോഷം നിങ്ങൾക്ക് മാത്രം മതിയോ? ഞങ്ങൾക്കുണ്ട് അവകാശം. എടി ദമയന്തി, കൊണ്ടുപോയി കറി വെക്കടി. ഇന്ന് പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ പോവാ. പിന്നെ വൈകുന്നേരം സന്തോഷത്തിന് ഞാൻ 2 അടിക്കും. അത് ടീച്ചർ സമ്മതിക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ. എന്റെ ഭഗവാനെ, ടീച്ചർ എന്തെങ്കിലും നിൽക്കണേ, സമ്മതിക്കോ? സമ്മതിച്ചു.